നമുക്ക് മഹാദേവൻ ഐശ്വര്യം നൽകി, അവർക്ക് കൊടുത്തില്ല. അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളെ മഹാദേവൻ അനുഗ്രഹിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് മൊത്തം കൊടുക്കണമെന്നല്ല പറഞ്ഞത്. പറ്റുന്നത് പോലെയുള്ള സഹായങ്ങൾ ചെയ്യണം. അതൊക്കെ ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ താരകാസുരന്റെ ഉപദ്രവം ഇല്ല. നിങ്ങൾ തണ്ണിത്തോട് മഹാദേവന്റെ സന്താനങ്ങളാണ്. നിങ്ങളുടെ ആരെങ്കിലും ചോദിക്കണം മഹാദേവൻ എന്നാണ് പാർവതിയെ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ അക്ഷരം ഇതാണ് നമ്മുടെ മറുപടി. ഏത് ചോദ്യത്തിനും പറയാൻ പറ്റുന്ന ഉത്തരവാണ് മനസ്സിലാക്കിയോ. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും വിളക്ക് കൊളുത്തിയിട്ട് അമ്മ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ നാമം പഠിക്കത്തില്ല. നേരെ മറിച്ച് ആ അമ്മ അച്ഛനോട് മോശപ്പെട്ട ഒരു വാക്ക് ഒരൊറ്റ തവണ പറഞ്ഞാൽ മതി, ആ കുട്ടികൾ ആ ജന്മം മുഴുവൻ ആ വാക്ക് ഓർത്തിരിക്കുകയും ചെയ്യും. വരുന്നു നാശത്തോട് എല്ലാവരും എഴുന്നേറ്റ് ആചരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നോളൂ, അവിടെ തന്നെ ഇരുന്നോളൂ.
സംസാരിക്കുന്നില്ല. അകത്ത് നമുക്കിപ്പോൾ ദർശനം അതിനാണ് നട അടച്ചിരിക്കുന്നത്. നേരത്തെ കണ്ട ദർശനം തന്നെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ആ കുട്ടികളുടെ എന്തെങ്കിലും പ്രസാദം ഒന്ന് പ്രത്യേകിച്ച് അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അങ്ങനെ അനുഗ്രഹങ്ങൾ നൽകും. ഇവിടെ പൂജ നടക്കുകയാണ്. ആ സമയത്ത് നാദസ്വരം ചെറുതായിട്ട് മുഴങ്ങും, ചെറുതായിട്ട്. അത് കഴിഞ്ഞ് പാരായണം ആവുമ്പം നാദസ്വരം വളരെ ശബ്ദം കുറച്ച് പാരായണം കേൾക്കാൻ വേണ്ടിയിട്ട് ശബ്ദം കുറച്ച് ഭാഗത്ത് വിവാഹവും ആചരിക്കും. എല്ലാ വർഷവും ചെയ്യുന്നതാണ്. എല്ലാവരും നാസറിട്ടുള്ളൂ. ഓം നമഃ ശിവായ. ഓം പാർവതീപദേ ഹര ഹര മഹാദേവ. ഭക്തങ്ങൾ വാക്യമേവം ഹൃദയനാജനം ഈശ്വരൻ ഈ കല്യാണം നിർദ്ദേശിക്കാൻ വേദമന്ത്രം ജപിച്ചുകൊണ്ട് അംബികാകരം കരം കൊണ്ടു ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമ പാർവതീപദേ ഹര ഹര മഹാദേവ. നമഃ ശിവായ. നമഃ ശിവായ. നമഃ ശിവായ പാഹിമ. നമഃ ശിവായ പാർവതി പാപനാശനാഹരേ. മംഗളം മംഗളം ശ്രീ ശങ്കര. മംഗളം മംഗളം ശ്രീ പാർവതി.
ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണമായിട്ടുള്ള ചടങ്ങല്ല, പക്ഷെ ഉണ്ടെങ്കിൽ ആ സമയത്ത് പ്രയോജനപ്പെടുത്താനേ ഉള്ളൂ. ആ കുട്ടികൾ നിങ്ങളെ അനുഗ്രഹിക്കും. എഴുന്നേറ്റ് അവിടെ തന്നെ നിന്നാൽ മതി. ആരെങ്കിലും നമ്മുടെ ഭരണസമിതിപ്പെട്ടവരെ എഴുന്നേറ്റിരിക്കുന്നവർക്ക് നമ്മൾ ഉപാസിക്കുകയാണെന്നാണ് പറഞ്ഞത് മഹാദേവനെ. സമസ്ത ദുരിത ക്ഷയ ദ്വാര ശ്രീ മഹാദേവ പ്രീത്യാർത്ഥം, മഹാദേവന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് അസ്മാകം സർവേഷാം സകുടുംബാനാം ക്ഷേമ ധൈര്യ വീര്യ വിജയ ആയുസ് ആരോഗ്യ ഐശ്വര്യാണ അഭിവൃദ്ധ്യാർത്ഥം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടണം ഈ പൂജയുടെ. എന്തൊക്കെയാണ്? ക്ഷേമം, ധൈര്യം, വീര്യം, വിജയം, ആയുസ്, ആരോഗ്യം. ഇങ്ങനെ ആ 4 കൂട്ടം കാര്യങ്ങൾ ശ്രീ മഹാദേവ പ്രസാദേന സർവ ആപത്ത് നിവൃത്യാർത്ഥം സകല ബാധ നിവൃത്യാർത്ഥം സർവ ആത്യാർത്ഥം. എന്തൊക്കെയാ പറഞ്ഞത്? സകല ബാധകളുടെയും മാറ്റം ഉണ്ടാകണം, സർവ ആപത്തും മാറണം, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടണം. നമ്മൾ മഹാദേവോട് പറയുന്നത് ഒരുപാട് ഭഗവാന്റെ നിർമ്മാണം നടക്കണം. അതുകൊണ്ട് നിങ്ങൾ 15,000 ആളുടെ അമ്മ 10,000 രൂപ കൊണ്ട് വരുന്നുണ്ട്. പേര് പറയുന്നില്ല. ഫോട്ടോ എടുത്തോളൂ. ആരൊക്കെ എത്ര ഇട്ടെന്ന് ഇപ്പൊ അറിയാൻ പറ്റുമല്ലോ. എത്ര ഇട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തു. എന്നിട്ട് ആരും വേദി വിട്ടു പോകരുത്. 11:30 ആയതേ ഉള്ളൂ. നമുക്കിനി മൃത്യുഞ്ജയം സമർപ്പിക്കാനുണ്ട്. മൃത്യുഞ്ജയം സമർപ്പിച്ച അതിന്റെ പ്രസാദം മേടിക്കേണ്ട. ഇന്നലെ പോയാൽ പോകാവൂ. തന്നെ വന്നിരിക്കണം. ഇരിക്കുന്നവര് ശ്രദ്ധിക്കുക. ഇനി അല്പം കഴിഞ്ഞാൽ നമുക്ക് യജ്ഞവേദിയിൽ കരിക്കുകൊണ്ട് ഭഗവാൻ അഭിഷേകമുണ്ട്. ഇന്നലെ കരിക്കുകൊണ്ട് ഭഗവാൻ അഭിഷേകം നടത്താൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെയും ദേവന്മാരാണ് അകത്തിരിക്കുന്നത്. ഇന്നാണ് പാർവതി ദേവി. അവിടുന്ന് പറഞ്ഞൊരു സാരി ശ്രദ്ധിക്കണേ. ആ വിളക്കുകളെ ശ്രദ്ധിക്കുക. ഇന്നാണ് നമ്മുടെ യജ്ഞവേദിയിൽ മഹാദേവൻ പാർവതി ദേവിയുടെ പത്തിക്കീറ്റിൽ സിന്ദൂരം അണിയിച്ചത്. ഇവിടെ അതുകൊണ്ട് വെറുതെ അത് വായിച്ച് സമയം കളയണ്ട. ഒരു വെള്ളം വായിച്ചതുമാണ്, വിശദമായിട്ട് പറഞ്ഞതുമാണ്. പക്ഷെ അതിന്റെ പ്രാധാന്യം പറഞ്ഞിരിക്കുകയാണ്. മഹാദേവൻ ഇന്നാണ് പാർവതി ദേവിയുടെ തിരുനെറ്റിയിൽ പത്തിക്കീറ്റിൽ സിന്ദൂരം അണിയിച്ചതുണ്ട്. അതുകൊണ്ട് എല്ലാ സജ്ജങ്ങളും ഒരു സിന്ദൂരം പറയണം രണ്ടും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭസ്മമോ രുദ്രാക്ഷോ ഉണ്ടെങ്കിൽ രസീതിക്കൊണ്ട് വന്നാൽ ഇപ്പൊ പറയിട്ട് തരും. കൂടാതെ ആ നിങ്ങൾ ഒഴിഞ്ഞു കൊടുത്ത ദ്രവ്യം തിരുമേനി ഇപ്പൊ ഹോമകുണ്ടത്തിൽ സമർപ്പിച്ച് ആ മൃത്യുഞ്ജയം സമർപ്പിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകം പുഷ്പങ്ങളൊക്കെ തന്ന് നമ്മൾ ഇന്നലെ ജപിച്ച പോലെ മഹാദേവന്റെ മന്ത്രമൊക്കെ ജപിക്കും. അത് ജപിച്ച് അവിടെ സമർപ്പിച്ച് മൃത്യുഞ്ജയത്തിന്റെ പാൽപ്പായസം. ഇന്നലെ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. പറഞ്ഞാൽ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഹോമമല്ല, കുടുംബത്തില് എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഹോമമാണ്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞവരുണ്ട്.